പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും ഒരു പ്രഭാത സന്ദേശവുമായിട്ട് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 32-ാം സങ്കീർത്തനം അതിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കളയോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു ഭക്തനായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമായി 32-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. അത് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. ദൈവത്തെ കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് ബലമുള്ളപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ കർത്താവ് നമുക്ക് ചെയ്യുന്ന വിടുതലുകളെക്കുറിച്ചാണ് നമ്മളവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, കരയുവാൻ, കണ്ണുനീരൊഴുക്കുവാൻ ഒന്ന് തയ്യാറായി കഴിഞ്ഞാൽ, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് പ്രാർത്ഥിക്കാവുന്ന സമയത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് അല്പസമയം ഹല്ലേലൂയ ദൈവസന്നിധി മാറ്റിവെച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറായാൽ ദൈവത്തിന് സ്തോത്രം അവിടെ പറയുകയാണ്, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കളോളം എത്തത്തില്ല. പെരുവെള്ളം പോലുള്ള പ്രശ്നങ്ങൾ, ഭാരങ്ങൾ ജീവിതത്തിന് നേരെ കടന്നു വന്നാൽ അത് ദൈവത്തിന് സ്തോത്രം നമ്മളെ മുക്കിക്കളയത്തില്ലെന്നോ അത് നമ്മുടെ അടുത്തോളം എത്തത്തില്ലെന്ന് ഹല്ലേലൂയ അവിടെ നമ്മെ കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പെരുവെള്ളം പോലെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മെ വിടിവിപ്പാൻ കഴിയുന്ന ഒരുവനുള്ള ആ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് കരയണം, ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. അതിൻ്റെ മേളിലൊരു വാക്യം ഇങ്ങനെ, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഹല്ലേലൂയ. പാപം ദൈവസന്നിധിയിൽ മറച്ചു വെക്കാതെ വേണം ദൈവത്തിന് സ്തോത്രം. ലംഘനത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവിനെ പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്ന ഇവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയുടെ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. എന്നിട്ട് ഇത് നിമിത്തം എന്താ, ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. പെരുവെള്ളം കവിഞ്ഞു വന്നാലും, പെരുവെള്ളം പോലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിന് നേരെ കടന്നു വന്നാലും അത് അവൻ്റെ അടുക്കലോളം എത്തത്തില്ലെന്ന്, ആ പ്രശ്നം നമ്മുടെ അടുക്കൽ വരത്തില്ലെന്ന്, അതിൽ നിന്ന് നമ്മെ മറയ്ക്കുവാൻ, നമ്മെ സൂക്ഷിക്കുവാൻ, നമ്മെ കരുതുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് ഉണ്ടെന്ന് ഹല്ലേലൂയ മറന്നു പോകരുത്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കും കണ്ടെത്താമെന്ന സമയത്ത് അവനെ അന്വേഷിപ്പിക്കുന്ന ദൈവവചനം അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കണ്ടെത്താമെന്ന സമയത്ത് ഹല്ലേലൂയ നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് ഹല്ലേലൂയ ബലമുള്ളപ്പോൾ, ടൈമുള്ളപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് അല്പസമയം വേർതിരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ പ്രശ്നങ്ങൾ ജീവിതത്തിന് നേരെ കടന്നു വന്നാലും അത് നമ്മെ മുക്കിക്കളയത്തില്ല, അത് നമ്മളെ ഹല്ലേലൂയ ഇല്ലാതാക്കത്തില്ല. അവിടെ നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എന്നിട്ട് 7-ാം വാക്യം, നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. നമുക്ക് മറവിടമാകുന്ന ഒരു തമ്പുരാനുണ്ട്. കഷ്ടതയുടെ നടുവിൽ നമ്മെ സൂക്ഷിക്കുന്ന, കഷ്ടത്തിൽ നിന്ന് നമ്മെ പരിപാലിക്കുന്ന, കഷ്ടത്തിൽ നമ്മളെ സൂക്ഷിക്കുന്ന ഒരു നല്ല കർത്താവ്. കർത്താവിനെ ആരാധിക്കുന്നതിന് പറയുക, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളുമെന്ന എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമോ പ്രിയമുള്ളവരെ. ആ രക്ഷ കൊണ്ട് നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിന് സ്തോത്രം ഒരു നല്ല കർത്താവ്, നമ്മെ ചുറ്റുന്ന ഒരു നല്ല തമ്പുരാൻ. ആ തമ്പുരാനെ നമ്മൾ ആരാധിച്ചിട്ട് പറയുക, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. നമ്മ എവിടെ പോകണം, എന്ത് ചെയ്യണം, എങ്ങനെയായി തീരണമെന്ന് ഓരോ ദിവസവും വഴി പറഞ്ഞ് തന്ന് നമ്മെ ഹല്ലേലൂയ നടത്തുന്ന ഒരു നല്ല നാഥൻ. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി
ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന്. നമ്മൾ കടന്നു പോകുന്ന ഇടത്ത് നമുക്ക് ദൃഷ്ടി വെച്ച് ഓരോ ദിവസവും നമ്മെ പരിപാലിക്കുന്ന, നമ്മുടെ മേൽ ദൃഷ്ടി ഹാലിൽ വെച്ച് ഓരോ ദിവസവും നമ്മെ നടത്തുന്ന ഒരു നല്ല കർത്താവിനെ ആരാധിക്കുന്നത്. നമ്മൾ വീണു പോകാതെ വേണം, തകർന്നു പോകാതെ വേണം, ദൃഷ്ടി വെച്ച് നമ്മെ നടത്തുന്നവനുണ്ട് പ്രിയമുള്ളവരെ. ആ നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കടന്നു പോകുന്ന സ്ഥാനങ്ങളിലായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൃഷ്ടി വെച്ച് നമ്മുടെ കൂടെ നടക്കുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമുക്ക് ഹല്ലേലൂയ ഓരോ ഭക്തനും കണ്ടെത്താമെന്ന കാലത്ത് തമ്പുരാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ആ വേദന സ്തോത്രം, ഇത്രയും പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നേരെ കടന്നു വന്നാലും നമുക്ക് നമ്മുടെ കൂടെ ഉള്ള ഒരു നല്ല തമ്പുരാൻ, നമ്മുടെ കൂടെ ഏത് സമയത്തും ഹല്ലേലൂയ നമ്മെ നടത്തേണ്ടുന്ന വഴിയിൽ കൊണ്ടുപോകുന്ന, നമ്മെ എവിടെ കടന്നു പോകണമെന്നോ ആലോചന പറഞ്ഞു തന്ന നമ്മെ നടത്തുന്ന ഒരു നല്ല കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. ഇവിടെ പറയാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന. ഹല്ലേലൂയ. ദൃഷ്ടി വെച്ച് നമ്മുടെ മേൽ നമുക്ക് ആലോചന പറഞ്ഞു തന്ന് നമ്മെ നടത്തുന്ന ഒരു നല്ല തമ്പുരാൻ. ആ തമ്പുരാനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തത്തില്ലെന്ന. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ എന്തു തന്നെയായി വന്നാലും, പ്രതികൂലങ്ങൾ എന്തു തന്നെയായാലും നമ്മുടെ അടുത്ത് വരത്തില്ലെന്ന്. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? കണ്ടെത്താമെന്ന കാലത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവസന്നിധി കരയണം, ദൈവസന്നിധി കണ്ണുനീരൊഴുക്കണം. പ്രിയമുള്ളവരെ, പ്രശ്നത്തിൻ്റെ നടുവിൽ നമ്മെ കൈവിട്ട് കളയുന്നവനല്ല നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ തമ്പുരാൻ. നമ്മെ കാത്തു പരിപാലിക്കുന്ന, നമ്മെ സൂക്ഷിക്കുന്ന, നമ്മെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുന്ന, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന, നമുക്ക് തക്ക സമയത്ത് നമ്മെ നടത്തുന്നവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, ഒന്ന് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഈ ഹല്ലേലൂയ, ഈ നല്ല വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, ഇന്ന് രാവിലെ നല്ല വചനത്തിനായിട്ട് സ്തോത്രം. നിൻ്റെ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നത് താഴ്ത്തുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്വർഗ്ഗം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിക്ക് ആ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.